മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെ മുഴുവൻ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജെൻസന്റെ മൃതദേഹം ഒരു നോക്ക് കാണാനായി കൽപ്പറ്റ ലിയോ ആശുപത്രിയിലെ ICUവിലെ ആശുപത്രി കിടക്കക്കരികിലേക്കാണ് ജെൻസന്റെ മൃതദേഹം എത്തിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചത്. ഈ സമയം ICUവിൽ ചികിത്സയിലായിരുന്നു ശ്രുതി. കഴിഞ്ഞ ദിവസമാണ് വാഹനാപകടത്തിൽ ജെൻസൻ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റത്. ജെൻസൻ ഒഴികെ മറ്റെല്ലാവരും ശ്രുതിയുടെ ബന്ധുക്കളാണ്. ഇവരിൽ പലർക്കും ഗുരുതര പരിക്കുകളുണ്ട്. വാവിട്ട് കരഞ്ഞാണ് അവരിൽ പലരും ജെൻസനെ ഒരു നോക്കു കാണാനായി ICUവിനരികിലേക്ക് എത്തിയത്. ജെൻസന്റെ മൃതദേഹം കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ 100 കണക്കിന് ആളുകൾ ഒരു നോക്കു കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി എത്തിയിരുന്നു. ജനപ്രതിനിധികളും സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ടവരും അവിടേക്ക് ഓടിയെത്തി. എല്ലാവരുടെയും കണ്ണലയിക്കുന്നതും കരളലയിക്കുന്നതുമായ കാഴ്ചയാണ് കൽപ്പറ്റയിലെ ലിയോ ആശുപത്രി ICUവിന് മുമ്പിൽ കണ്ടത്. മനക്കരുത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല പിടിച്ചു നിൽക്കാൻ. വേദനയോടെ കരഞ്ഞു കലങ്ങിയ കണ്ണീരുമായി അവർ അവസാനമായി ജെൻസന് യാത്രാമൊഴി നൽകി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് വാഹനാപകടത്തിൽ ജെൻസന് ഗുരുതരമായി പരിക്കേൽക്കുകയും മേപ്പാടി വിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രിയാണ് അവിടെ വെച്ച് ജെൻസൻ മരണത്തിന് കീഴടങ്ങിയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ട ശ്രുതിക്ക് ഏക ആശ്രയമായി ഈ ലോകത്തുണ്ടായിരുന്നത് ജെൻസൻ മാത്രമായിരുന്നു. ഇരുവരുടെയും വിവാഹം 23-ന് നടക്കാനിരിക്കെയാണ് എല്ലാ ആഗ്രഹങ്ങളും ബാക്കിയാക്കി ജെൻസൻ യാത്രയായത്. ജെൻസന്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം അമ്പലവയൽ ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിലാണ് സംസ്കരിക്കുക. പരിക്കേറ്റ എല്ലാവരും ഇപ്പോൾ ചികിത്സയിലാണ്. ഡിസംബറിൽ വിവാഹം നടത്താനായിരുന്നു നേരത്തെ തീരുമാനം. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ആഘാതത്തിൽ നിന്ന് ശ്രുതിയെ രക്ഷപ്പെടുത്താനായി സർവ്വസമയവും സദാസമയവും ജെൻസൻ അരികിലുണ്ടായിരുന്നു. ശ്രുതിയുടെ ഒരു ബന്ധുവീട്ടിലേക്ക് പോകും വഴിയാണ് കൽപ്പറ്റ വെള്ളാരംകുന്നിൽ വെച്ച് അപകടമുണ്ടായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് രക്തസ്രാവം, മരുന്നുകളോട് പ്രതികരിക്കാതായതിനെ തുടർന്നാണ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ശ്രുതിയുടെ അമ്മ സബിത, അച്ഛൻ ശിവണ്ണ, അനുജത്തി ശ്രേയ, അമ്മയുടെ അമ്മ എന്നിവരാണ് മരണപ്പെട്ടത്. DNA പരിശോധനയിലൂടെയാണ് അമ്മയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. പുത്തുമലയിലെ പൊതുശ്മശാനത്തിലെത്തി കഴിഞ്ഞ 30-ന് ജെൻസനും ശ്രുതിയും പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണിത്. ഒടുവിൽ ശ്രുതിക്ക് സഹായമായി, കരുത്തായി ജെൻസൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായത്. അതും ഇതോടെ അവസാനിച്ചു.